എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് സർവകലാശാല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ബിരുദ പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു, പക്ഷേ ഇതുവരെയും ഒരു കോളേജിൽ പോലും അഡ്മിഷൻ ലഭിച്ചിട്ടില്ല എന്ന്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് എപ്പോഴാണെന്നും അങ്ങനെ ഒരു അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്നും വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടിരിക്കുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിൽ ബിരുദ പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടും നിരവധി വിദ്യാർത്ഥികളാണ്. അലോട്ട്മെൻറ്റ് ആർക്കും കിട്ടിയില്ലെന്നല്ല, അലോട്ട്മെൻറ്റൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ ചാനലിൽ കമൻറ്റ് ചെയ്യുന്ന ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എന്നൊരു സങ്കടകരമായ വാർത്തയാണ് പറയുന്നത്. തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്നൊക്കെയാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്. അത് ജൂലൈ 5 പ്രസിദ്ധീകരിക്കും. ജൂലൈ 5 രാവിലെ ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രസിദ്ധീകരിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി അറിയിക്കുന്നത്. അഡ്മിഷൻ ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. 5-ാം തീയതി പ്രസിദ്ധീകരിക്കുമെന്ന് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 4-ാം തീയതി തന്നെ പ്രസിദ്ധീകരിച്ചേക്കും. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും പറഞ്ഞതിൽ ഒരു ദിവസം നേരത്തെ പ്രസിദ്ധീകരിച്ചത് കൊണ്ട് തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് 4-ാം തീയതിയോടെ തന്നെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ക്ലിക്ക് ഹിയർ ഫോർ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്നൊരു ലിങ്ക് അവിടെ പുതുതായിട്ട് വന്നിട്ടുണ്ടാവും. ക്ലിക്ക് ഹിയർ ഫോർ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്ന്. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷമുള്ള ഇൻഡെക്സ് മാർക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. അത് നോക്കാൻ പറയുന്നതിന് കാര്യം, നിങ്ങൾക്ക് മുമ്പ്, അതായത് നിങ്ങൾ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ എത്ര വരെ റാങ്കുള്ള വിദ്യാർത്ഥിയാണ് പ്രവേശിച്ചിരിക്കുന്നത്. അതായത് ഇപ്പം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്നത്, അതായത് ഇപ്പം ഉദാഹരണത്തിന് ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊടുത്തിട്ടുള്ളൂ, അതിൻ്റെ കാര്യം എനിക്കേ അറിയത്തുള്ളൂ. ഇപ്പോൾ ഒരു കോളേജിൽ, ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി ഒരു കോളേജിൽ അപേക്ഷ കൊടുത്തു. ആ വിദ്യാർത്ഥിക്ക് ആ കോളേജിൽ കിട്ടാത്തതിന് കാരണം ആ വിദ്യാർത്ഥിയെ കഴിഞ്ഞും യോഗ്യത മാർക്കുള്ള മറ്റൊരു വിദ്യാർത്ഥി അവിടെ പ്രവേശിച്ചു. അതുകൊണ്ടാണ് ആ വിദ്യാർത്ഥിക്ക് കിട്ടാതെ പോയത്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇനി എന്താണ്, തേർഡ് അലോട്ട്മെൻറ്റിലെങ്കിലും എനിക്കവിടെ കിട്ടാൻ ചാൻസ് ഉണ്ടോ. അതായത് നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് നിങ്ങളുടെ എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റ് പ്രിൻറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ കൊടുത്ത കോഴ്സിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ട് എന്ത് ചെയ്യും, കോളേജ് കോഴ്സിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് എന്ത് ചെയ്യും, ഇൻഡെക്സ് മാർക്ക് എന്നൊരു ലിങ്ക് കാണാൻ സാധിക്കും. അതാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻഡെക്സ് മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, വെബ്സൈറ്റിലുള്ള ഇൻഡെക്സ് മാർക്കുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കണം. വെബ്സൈറ്റിലുള്ള ഇൻഡെക്സ് മാർക്കുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, താരതമ്യം ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തുണ്ടോ അവിടെ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അന്നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, തേർഡ് അലോട്ട്മെൻറ്റിലെങ്കിലും എനിക്ക് സീറ്റ് കിട്ടുമോ എന്നത്. ഇപ്പം നിങ്ങൾക്ക് കിട്ടാൻ വലിയ പണിയൊന്നുമില്ല. നിങ്ങളെ കഴിഞ്ഞും ഒരു 100-ൽ കുറവുള്ള വിദ്യാർത്ഥിയാണ് കയറിയെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരാളുടെ റാങ്ക് 1000 അവിടെ കയറിയവൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 1065 കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം 65 റാങ്കിൻ്റെ വ്യത്യാസമേ വരുന്നുള്ളൂ, വലിയ ഡിഫറൻറ്റ് ഒന്നും വരുന്നില്ല. നിങ്ങളുടെ 2 പേരുടെ ഇടയ്ക്ക്, ഈ 1000-കാരൻ്റെയും 1065-കാരൻ്റെയും ഇടയ്ക്ക് മറ്റൊരാളില്ലെങ്കിൽ ആ സീറ്റ് നിനക്ക് ഉറപ്പാണ്. അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരാളില്ലെങ്കിൽ ആ സീറ്റ് നിനക്ക് ഉറപ്പാണ്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കിട്ടുമോ എന്ന് ഉറപ്പിക്കാം. തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും ഉണ്ട്, സ്പോട്ട് അഡ്മിഷനും ഉണ്ട്.
നിങ്ങൾക്ക് കൊടുക്കാം, പേടിക്കേണ്ട. എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു ചാനൽ നിങ്ങളുടെ പക്ഷത്ത് തന്നെ ഉണ്ടാവും. എല്ലാ വാർത്തകളും ആദ്യം തന്നെ എത്തിക്കാൻ ഈ ചാനൽ നിങ്ങളുടെ പക്ഷത്ത് തന്നെ ഉണ്ടാവും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നമ്മൾ എത്തിക്കാൻ കുറച്ച് വൈകിപ്പോയി, അത് അത്യാവശ്യം തിരക്കായി പോയതുകൊണ്ടൊക്കെ തന്നെയാണ്. പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തായിരുന്നു, ഏറ്റവും ആദ്യം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന വിവരം ഏറ്റവും ആദ്യം രാത്രി 10:15 വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചൊരു ചാനലാണ് നമ്മുടെ ചാനൽ. രാത്രി 10:15 എത്തിച്ചൊരു ചാനലാണ് നമ്മുടെ ചാനൽ. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ഒരു പ്രീമിയർ വീഡിയോ ഇന്നോ നാളെയോ ആയിട്ട് നമ്മുടെ ചാനലിൽ എത്തും. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും റിസൾട്ട് പ്രസിദ്ധീകരിച്ച് ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തും. അധികം വൈകില്ല. ഏതായാലും എല്ലാ കാര്യത്തിനും നമ്മുടെ ഈ ചാനൽ കൂടെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും my name is Karya, the founder of Karya for Tech, the career guide, and thanks for watching. Bye.